ഒരു ഇസ്രായേലി പ്രസിഡന്റ് അമേരിക്കൻ ക്യാപിറ്റലിൽ ഇത്രയധികം അപമാനിതനായ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വിസിറ്റിനെ കുറിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നൊരു കാര്യം. അമേരിക്കൻ പതാക കത്തിക്കുന്നുണ്ട്. അമേരിക്കൻ വൈറ്റ് ഹൗസിന് മുമ്പിൽ അവരുടെ ക്യാപിറ്റൽ ഹില്ലിന് മുമ്പിൽ നടക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനത്തിൽ അമേരിക്കൻ പതാക കത്തിക്കുകയാണ്. പതിനായിരക്കണക്കിന് മനുഷ്യർ പലസ്തീൻ പതാക പാറിപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നു. അദ്ദേഹം തങ്ങിയ ഹോട്ടലിന് മുമ്പിൽ പ്രതിഷേധം നടക്കുന്നു. ഹോട്ടലിനകത്ത് അതെന്ന് വെച്ചാൽ കോൺഫറൻസ് റൂമിലടക്കം പുഴുക്കളെയും മൂട്ടകളെയും ആളുകൾ കൊണ്ടുപോയി ഇടുകയാണ്. ആ നിലക്ക് പ്രതിഷേധം അവിടെ വരെ എത്തി. അപ്പോൾ അത് ഈ ട്രംപിൻ്റെ റാലിയിൽ ഉണ്ടായിട്ടുള്ള ആ മിസ്ഹാപ്പ് ഉണ്ടല്ലോ, അതിനുശേഷം സീക്രട്ട് സർവീസിൻ്റെ മറ്റൊരു പരാജയമായിട്ട് ആ നിലക്കുള്ള വിവാദങ്ങൾ അമേരിക്കക്കകത്ത് നടക്കുകയാണ്. അപ്പോൾ ഒരു ഇസ്രായേലി പ്രസിഡന്റ് അമേരിക്കൻ ക്യാപിറ്റലിൽ ഇത്രയധികം അപമാനിതനായ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വിസിറ്റിനെ കുറിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നൊരു കാര്യം. അദ്ദേഹം കോൺഗ്രസ്സിൽ എന്താണ് പ്രസംഗിച്ചത് നോക്കണം. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഒന്നാമത്തെ ദിവസം പ്രത്യേകിച്ചൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റിൽ വന്ന ഈ ഹോസ്റ്റേജസിൻ്റെ ബന്ധുക്കളുമായിട്ട് അദ്ദേഹം സമയം ചെലവിടുകയാണ് ചെയ്തത്. ട്രംപുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച ഇന്നാണ് നടക്കേണ്ടത്. അതും ട്രംപ് വാഷിങ്ടണിലേക്ക് വന്നിട്ടില്ല. ട്രംപ് ഇരിക്കുന്ന ഫ്ലോറിഡയിലെ പുള്ളിയുടെ എസ്റ്റേറ്റിൽ നെതന്യാഹു അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് ട്രംപ് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, പെട്ടെന്ന് പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി പരിപാടികൾ യുദ്ധം പെട്ടെന്ന് പാക്ക് ചെയ്യണം എന്ന സ്വഭാവത്തിൽ അദ്ദേഹം പ്രസ്താവന നടക്കുന്നുണ്ട്. പിന്നെയുള്ളത് കമലാ ഹാരിസുമായുള്ള കൂടിക്കാഴ്ചയാണ്. കമലാ ഹാരിസുമായുള്ള കൂടിക്കാഴ്ച തന്നെ നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കമലാ ഹാരിസ് നടത്തിയ പ്രസ്താവന അത് ഇസ്രായേലിൽ വലിയ നിലക്ക് തലവേദന ഉണ്ടായിട്ടുണ്ട്. കാരണം കറ്റാസ്ട്രോഫിക് ക്രൈസിസ് എന്നാണ് അവർ ഗസയിലെ സ്ഥിതിയെക്കുറിച്ച് കമലാ ഹാരിസ് പറയുന്നത്. അപ്പോൾ ഈ കറ്റാസ്ട്രോഫിക് ക്രൈസിസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, യുദ്ധവിരാമം ഉണ്ടാവണം എന്നവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അതിനെക്കുറിച്ച് ഈ ഇസ്രായേലി മന്ത്രിമാർ തന്നെ പരസ്യമായിട്ട് കമലയെ വളരെ മോശമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് പ്രസ്താവന നടത്തുന്നത്. അവിടുത്തെ ഈ ഫിനാൻസ് മിനിസ്റ്റർ ബെസ്ലേൽ സ്മോട്രിഷും സെക്യൂരിറ്റി മിനിസ്റ്ററൊക്കെ കമലയ്ക്കെതിരെ പരസ്യമായിട്ട് പ്രസ്താവന നടത്തുന്നുണ്ട്. അപ്പോൾ എന്താണോ ഇദ്ദേഹം ഉദ്ദേശിച്ചത്, നെതന്യാഹു ഉദ്ദേശിച്ചത്, അത് നടന്നില്ലെന്ന് മാത്രമല്ല മറ്റൊരു നിലക്കൊരു പബ്ലിക് റിലേഷൻ ഡിസാസ്റ്ററായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിൽ നടത്തിയ പ്രസംഗത്തിൽ ഒരു പരാമർശം വളരെ രൂക്ഷമായ ഭാഷയിൽ ഈ പ്രകടനക്കാരെ അദ്ദേഹം പരാമർശിക്കുന്നത്. അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡിയറ്റ്സ് ഓഫ് ഇറാൻ എന്നാണ്. ഈ അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള പതിനായിരക്കണക്കിന് മനുഷ്യർ ക്യാപിറ്റൽ ഹില്ലിൽ നിന്ന് തടിച്ചു കൂടിയിരിക്കുകയാണ്. അവരെക്കുറിച്ചാണ് അമേരിക്കൻ കോൺഗ്രസ്സിൽ അമേരിക്കക്കാരനല്ലാതെ നെതന്യാഹു പറയുന്നത് ഇഡിയറ്റ്സ് ഓഫ് ഇറാൻ, പ്രോക്സീസ് ഓഫ് ഹമാസ്. ഇതിൽ വൈരുദ്ധ്യമാണ് കാണുന്നത്. ഇദ്ദേഹം എന്താണ് ഞാൻ നടത്തുന്ന ഈ പോരാട്ടം എന്തിനാണ്? ഹമാസിനെ ഇല്ലാതാക്കാനാണ്, ഹമാസിനെ ദുർബലമാക്കാനാണ് എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. ഇതേ മനുഷ്യൻ തന്നെ ഇവിടെയുള്ള പതിനായിരക്കണക്കിന് മനുഷ്യരെക്കുറിച്ച് എന്താ പറയുന്നത്? പ്രോക്സീസ് ഓഫ് ഹമാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹമാസ് ദുർബലമായെന്നാണോ ശക്തമായെന്നാണോ? ക്യാപിറ്റൽ ഹിൽ വളയാൻ മാത്രം ഹമാസിന് ശക്തി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തടിച്ചു കൂട്ടിയിരിക്കുന്ന പതിനായിരക്കണക്കിന് അമേരിക്കക്കാരായിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും അവർ പ്രോക്സീസ് ഓഫ് ഹമാസ് ആണ് എന്നാണ് നെതന്യാഹു പറയുന്നത്. അതിൻ്റെ അർത്ഥം ഒക്ടോബർ 9 ശേഷം ഹമാസ് ഗസയും കടന്ന് വളർന്നു എന്നാണല്ലോ. ഇതാണ് അടിസ്ഥാനപരമായ നെതന്യാഹുവിൻ്റെ ഈ പ്രോജക്റ്റിൻ്റെ പരാജയം. ആ പരാജയത്തെ എഗൻ വെളിച്ചത്ത് കൊണ്ടുവരുന്നൊരു ഇവൻ്റായിട്ടാണ് എനിക്ക് ഈ അമേരിക്കൻ വിസിറ്റ് കാണുന്നത്.